ഗാസയിൽ താൽക്കാലിക ആശ്വാസം ലഭിച്ചെങ്കിലും 3 വർഷമായി തുടരുന്ന റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ സമാധാനമുണ്ടായിട്ടില്ല. യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു നീക്കുപോക്കും ഇതുവരെ നടത്തിയിട്ടില്ല. യുക്രൈനിൽ റഷ്യയുടെ വ്യോമാക്രമണം തുടരുകയാണ്. യുക്രൈനിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു. നിരവധി ജനവാസ കെട്ടിടങ്ങൾക്കും ഊർജ്ജ കേന്ദ്രങ്ങൾക്കും കേടുപാടുകളുണ്ട്. പോൾട്ടാവ, ഖാർക്കീവ്, സുമി എന്നിവിടങ്ങളിലായാണ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്നലെ പുലർച്ചെയുണ്ടായ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളിൽ രാജ്യത്തെ 6 മേഖലകളിൽ നാശനഷ്ടമുണ്ടായെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി പറഞ്ഞു. യുക്രൈനിൽ റഷ്യൻ ആക്രമണം തുടങ്ങിയിട്ട് ഈ മാസം 24-ന് 3 വർഷം തികയുകയാണ്. 80-ലേറെ ഡ്രോണുകൾ ഉപയോഗിച്ച് ബുധനാഴ്ച രാത്രിയും വ്യാഴാഴ്ച പുലർച്ചെയും നടത്തിയ ആക്രമണങ്ങളിൽ 4 പേർ കൊല്ലപ്പെടുകയും 9 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സുമി നഗരത്തിലെ ഭവന സമുച്ചയത്തിൽ ഡ്രോൺ ബോംബിട്ടതിനെ തുടർന്നാണ് ആളപായമുണ്ടായത്. പുലർച്ചെ 1 മണിയോടെയായിരുന്നു ആക്രമണം. 4 പേരെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായും പരിക്കേറ്റവരിൽ ഒരു കുട്ടിയുമുണ്ടെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ആക്രമണത്തെ തുടർന്ന് 120ഓളം പേരെ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. തെക്കൻ ഒഡീസ മേഖലയിൽ റഷ്യൻ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ആശുപത്രിക്കും 2 ഭവന സമുച്ചയങ്ങൾക്കും കേടുപാട് സംഭവിച്ചതായി മേഖലാ തലവൻ ഒലേ കൈപ്പർ ടെലിഗ്രാമിൽ അറിയിച്ചു. ആക്രമണത്തെ അപലപിച്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി സംഭവം ദുരന്തവും റഷ്യയുടെ ഭീകര കുറ്റകൃത്യവുമാണെന്ന് വ്യക്തമാക്കി. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ എക്സിക്യൂട്ടീവ് ഉത്തരവുകളൊക്കെ തന്നെ ചിലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായുള്ള നടപടികളായിരുന്നു. അതിനാൽ തന്നെ 3 മാസത്തേക്ക് മറ്റ് രാജ്യങ്ങൾക്ക് അമേരിക്ക നൽകുന്ന വിദേശ ഫണ്ടിങ്ങുകൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഈ US നടപടി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തീർച്ചയായും യുക്രൈനെയും പ്രസിഡന്റ് സെലൻസ്കിയും തന്നെയാണ്. പ്രസിഡന്റ് ജോ ബൈഡൻ നൽകി വന്നിരുന്ന ധനസഹായം ട്രംപ് അധികാരത്തിലേറിയപ്പോൾ നിലച്ചു. ഇതോടെ യുക്രൈനിലെ ഡോക്ടർമാർക്ക് നൽകുന്ന പരിശീലനം തങ്ങൾ നിർത്തിവെച്ചെന്ന് ലാത്വിയ മാധ്യമങ്ങളെ അറിയിച്ചു. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികർക്ക് മികച്ച ചികിത്സ നൽകുന്നതിനായി ലാത്വിയ അമേരിക്കൻ ധനസഹായത്തോടെ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. അമേരിക്ക കൈയൊഴിഞ്ഞതോടെ ധനസഹായം നൽകാൻ മറ്റ് നാറ്റോ അംഗങ്ങളോട് യുക്രൈനിയൻ പാർലമെന്റ് അംഗങ്ങൾ അഭ്യർത്ഥിച്ചതായാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് മേധാവി ഒക്സാന റൊമാന്യുക് പറയുന്നതനുസരിച്ച് ഭൂരിഭാഗം യുക്രൈനിയൻ മാധ്യമങ്ങളും നിലനിന്ന് പോകുന്നത് വിദേശ ഗ്രാന്റുകളിലൂടെയാണ്. 2022-ൽ രാജ്യത്തിന്റെ പരസ്യ വിപണിയുടെ മൂല്യത്തിലുണ്ടായ 90% തകർച്ച ഭൂരിഭാഗം മാധ്യമ സ്ഥാപനങ്ങളെയും നന്നായി ബാധിച്ചിരുന്നു. പുറത്തുനിന്നും ലഭ്യമാകുന്ന പണത്തെ കാര്യമായി ആശ്രയിക്കാൻ ഇത് യുക്രൈനിയൻ മാധ്യമങ്ങളെ നിർബന്ധിതരാക്കിയിരുന്നെന്നും റൊമാന്യുക് പറഞ്ഞു. പക്ഷേ ഫണ്ടിംഗ് നിലച്ചതോടെ വൻ നഷ്ടങ്ങളാണിപ്പോൾ യുക്രൈനിയൻ മാധ്യമങ്ങൾ നേരിടുന്നത്. പല സൈറ്റുകളും ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ്. ഇപ്പോൾ യുക്രൈന്റെ ആകെ പ്രതീക്ഷ യൂറോപ്യൻ രാജ്യങ്ങളെയാണ്. യുക്രൈനിയൻ മാധ്യമങ്ങളെ പിന്തുണയ്ക്കാനും സംരക്ഷിക്കാനും യൂറോപ്യൻ രാജ്യങ്ങൾ എത്തുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ബൈഡന്റെ ഭരണകാലത്ത് സ്വതന്ത്ര മാധ്യമങ്ങൾ, പത്രപ്രവർത്തകർ, സിവിൽ ആക്ടിവിസ്റ്റുകൾ എന്നിവർക്ക് സഹായമായി $145 മില്യൺ ബൈഡൻ ഭരണകൂടം നൽകിയിരുന്നു. എന്നാൽ സഹായധനം നൽകില്ലെന്ന് മാത്രമല്ല, യുക്രൈനുള്ള എല്ലാ സഹായവും നിർത്തലാക്കുകയും ചെയ്തിരിക്കുകയാണ് നിലവിൽ ട്രംപ്. യുദ്ധം നിർത്താൻ അമേരിക്കയുടെ സുരക്ഷയുണ്ടെങ്കിൽ പുടിനുമായി സംസാരിക്കാൻ ഒരുക്കമാണെന്ന് വരെ സെലൻസ്കി പറഞ്ഞിരുന്നു. എന്നിട്ടും ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചലനവുമില്ലാത്ത അവസ്ഥയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.